പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ ബലപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അനേകർ വിളിക്കുകയും പല പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. പണ്ഡിതനെയും പാമരനെയും ദുഃഖമുള്ളവനെയും സന്തോഷമുള്ളവനെയും സമ്പന്നനെയും ദരിദ്രനെയും ഒരുപോലെ ആശ്വസിപ്പിക്കുന്നതും അതിൽ സന്തോഷം കണ്ടെത്തുന്നതും പലപ്പോഴും നമുക്ക് കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഒക്കെ നാം പലപ്പോഴും സങ്കീർത്തനങ്ങൾ കൂടെ വായിക്കാറുണ്ട്. സങ്കീർത്തനങ്ങൾ അപേക്ഷയായിട്ടും ഒരു പ്രാർത്ഥനയായിട്ടും ഒരു വിലാപമായിട്ടും ഒക്കെ പലപ്പോഴും നമ്മൾ സങ്കീർത്തനങ്ങൾ പാടാറുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് വായിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാതെ പഠിപ്പിക്കുന്നതും സങ്കീർത്തനങ്ങളാണ്. പലപ്പോഴും ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ആശ്വാസവും സമാധാനം നൽകാറുണ്ട്. പകുതി സങ്കീർത്തനങ്ങളും ദാവീദിന്റെ സങ്കീർത്തനമുണ്ട്, മോശയുടെ സങ്കീർത്തനമുണ്ട്, ആസാഫിന്റെ സങ്കീർത്തനമുണ്ട്, പേരില്ലാത്ത സങ്കീർത്തനങ്ങളുമുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളെല്ലാം പ്രാർത്ഥനകളും അപേക്ഷകളും വിലാപങ്ങളുമാണ്. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ആരോഹണ സങ്കീർത്തനങ്ങളെന്ന് രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആലയം ഉയരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവർ കുന്നുകളിലേക്ക് പോകുമ്പോൾ സങ്കീർത്തനം പാടിക്കൊണ്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെതായ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ സാമ്പത്തികമായൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പലപ്പോഴും സങ്കീർത്തനം പറയാറുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. മാനുഷികമായ സഹായങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പലപ്പോഴും നമ്മൾ സങ്കീർത്തന വചനങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉരുവിടാറുണ്ട്. 123-ാം സങ്കീർത്തനം പറ, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ദൈവിക ആരാധനയ്ക്കായി യഹൂദ സഭകളിലൊക്കെ സങ്കീർത്തനം വായിച്ചിരുന്നു. ദൈവസന്നിധിയിൽ അർപ്പണമായി സങ്കീർത്തനം പാടിയിരുന്നു. പ്രത്യേക പരിശീലനത്തിൽ ദാവീദ് ഈ സങ്കീർത്തനം പാടിയതായി നാം വായിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷയായ സങ്കീർത്തനങ്ങൾ സഹായത്തിനായിട്ടൊക്കെ നമ്മൾ ആവർത്തിച്ച് വായിക്കുമെന്നാൽ ഇവിടെ ദാവീദ് 101-ാം സങ്കീർത്തനം പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദാവീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം 101-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് കീർത്തനം പാടിക്കൊണ്ട് ഒരു സങ്കീർത്തനം എഴുതിയ അധികാരത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, യഹൂദാ ഗോത്രത്തിൽ ജനിച്ചവനാ ദാവീദ്. ഒത്തിരി അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും നിന്നയുമൊക്കെ അനുഭവിച്ച ദാവീദ്. സ്വന്തം അപ്പൻ പേര് പറയാൻ മറന്നവൻ, സഹോദരങ്ങൾ മറന്നവൻ ദാവീദ് അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നതാണ് ഈ സങ്കീർത്തനം. ഒരാട്ടിടയനായി തന്റെ ജീവിതം ആരംഭിച്ചു. അധികാരത്തിന്റെ കസേരയിൽ കയറിയിരുന്നെങ്കിലും അഭിഷേകം പ്രാപിച്ചെങ്കിലും ഒറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഉലച്ചിൽ വന്നുപോയി. താൻ അലഞ്ഞുപോയി. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ശൗലിന്റെ ദുരാത്മാവ് വിട്ടുപോയി. ജീവിതത്തിൽ ഒത്തിരി ഉലഞ്ഞൊരു വ്യക്തി, ഒത്തിരി അധികാരങ്ങളും പദവികളും ഒക്കെ കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ ഒത്തിരി ഉലഞ്ഞു പോയൊരു വ്യക്തിയാ. ഇതുപോലെ ബൈബിളിൽ ആരെയും കാണുവാൻ കഴിയുന്നില്ല. അപഗണിക്കപ്പെട്ടവനായും തകർക്കപ്പെട്ടവനായും അപ്പനും സഹോദരങ്ങൾക്കും വേണ്ടാത്തവനായി ജീവിതത്തിൽ ആരുമില്ലാതായപ്പോൾ ദൈവനെ അധികാരത്തിന്റെ കസേരയിലിരുത്തി. എല്ലാവരും കൈവിട്ടപ്പോൾ, ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ, നമ്മുടെ പേരും പലരും മറന്നുപോയപ്പോൾ നമുക്കും പറയാനില്ലേ ഇങ്ങനെ ഒരു ചരിത്രം? ഇതുപോലെ ഒരു ചരിത്രം നമുക്ക് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പേര് പറയാൻ പലതിൻ്റെയും പേരിൽ നമ്മളെ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടില്ലേ? നമ്മളെ പലപ്പോഴും അവഗണിച്ചിട്ടില്ലേ? നമ്മളെ പലപ്പോഴും ഒറ്റപ്പെടുത്തിയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം എല്ലാവർക്കും വേണ്ടിയല്ല ഈ മെസ്സേജ് എങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതികൂലമായ അവസ്ഥയിൽ, ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ, അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ, പേര് പോലും ആരും മറന്നൊരവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദാവീദിന്റെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാം. ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി വന്നു. അധികാരത്തിന്റെ പടച്ചട്ട ധരിച്ചപ്പോൾ, തലയിൽ രാജമുടി അണിഞ്ഞപ്പോൾ ദാവീദ് പാടിയൊരു സങ്കീർത്തനമാ, ദൈവമേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവത്തെ നന്ദിയോടെ ഓർക്കാനും സ്തുതി കരേറ്റാനും, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോഴും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് പാടുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും കഷ്ടങ്ങളുടെ നടുവിലും, വേദനകളുടെ നടുവിലും, നിന്ദകളുടെ നടുവിലും,
തല ഉയർത്താൻ കഴിയാത്ത പല വിഷയങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നാൽ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പദവികളും ഒക്കെ ലഭിക്കുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ മറക്കുന്നവരായി തീരാറുണ്ട്. നമ്മുടെയും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ദാവീദിന്റെ കൂട്ട നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയണം, ദൈവമേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നമ്മുടെ തലമുറകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ പാടണം, ദൈവമേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കർത്താവിന് കീർത്തനം പാടിക്കൊണ്ട് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് പകല് എന്നെ ലോകമെമ്പാടും ശ്രദ്ധിക്കുന്ന ഈ ദൈവമക്കള്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും വെക്കുന്നത് ദാവീദ് പാടിയ പോലെ ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ടായിരിക്കണം. അതേ, ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലതാ. ഈ ദൈവത്തിൽ ആശ്രയിക്കാം, ഈ ദൈവത്തിൽ ചാരാം. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.